അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെസ്റ്റ് ഏഷ്യൻ സമകാലിക ലോകത്ത് ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഹിസ്ബുള്ള. ഹിസ്ബുള്ളയുടെ രൂപീകരണം പോലും ഫലസ്തീനുമായി തന്നെ ബന്ധപ്പെട്ടതാണ്. 1982 ഇസ്രായേൽ ലെബനാൻ അധിനിവേശം നടത്തി. സെബ്ര ഷാത്തീര എന്ന് വിളിക്കപ്പെടുന്ന 2 ഗ്രാമങ്ങളെ ഒരു ഗെയിം കളി എന്ന രീതിയിൽ പോലെ തുടച്ചു നീക്കിയ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1982 ആ ഒരു സാഹചര്യത്തിൽ ഹിസ്ബുള്ള രൂപപ്പെടുന്നത്. ഹിസ്ബുള്ളയുടെ ചരിത്രത്തിൽ വ്യത്യസ്തമായ രീതികൾ നമുക്ക് കാണാം, അതായത് ഡേറ്റുകൾ നമുക്ക് കാണാം. ചിലർ പറയുന്നു അത് 85 ഉള്ളിലെ വിവിധ കാലഘട്ടങ്ങളിൽ രൂപപ്പെട്ടതാണെന്ന് പറയാം. കാരണം ആ സമയത്തുണ്ടായിരുന്ന വിവിധ പോരാട്ട സംഘടനകളെല്ലാവരും കൂടി ചേർന്ന് കൊണ്ടിട്ടുള്ള ഒരു ആക്ഷൻ ആയിരുന്നു ഇസ്രായേലി സൈന്യത്തിനെതിരെയുള്ള സൈനിക നടപടി. അതിൽ പിന്നീട് ഈ വിഭാഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഹിസ്ബുള്ളയായി രൂപപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു നിരീക്ഷണം നമുക്ക് ചരിത്രത്തിൽ കാണാം. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹിസ്ബുള്ള രൂപപ്പെടുന്നത്. ഞാനിത് ആദ്യമേ തന്നെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഹിസ്ബുള്ളയുടെ ഒരു പോരാട്ട ചരിത്രം അത് ഒരു ഷിയഈ ചരിത്രം മാത്രമാക്കി മാറ്റുകയും അതുപോലെ തന്നെ അവർ നേരിട്ട അവരുടെ രൂപീകരണത്തിലേക്ക് തന്നെ നയിച്ച ഫലസ്തീനി പോരാട്ട ഒരു പശ്ചാത്തലം പോലും അവഗണിച്ചുകൊണ്ട് അതിനെ ഒരു പക്ക സെക്ടേറിയൻ മാനത്തിലൂടെ മാത്രം കാണുന്ന ഒരു വായന മുസ്ലിം സമൂഹത്തിൽ കൂടുതൽ ഈയടുത്തായിട്ട് കൂടുതൽ വ്യാപിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് 1982 ലെബനാനിലെ ഇസ്രായേൽ അധിനിവേശത്തെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങിയത്. അതിനു മുമ്പ് നമ്മൾ ലെബനാനിൻ്റെ ഒരു സാമൂഹിക ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു ധാരണയും നമുക്ക് വേണ്ടതുണ്ട്. ലെബനാൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെക്കാളും കൂടുതൽ ക്രൈസ്തവ വിഭാഗങ്ങൾ നിറഞ്ഞു നിന്ന ഒരു ലോകമായിരുന്നു. 1920 ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പതനശേഷം അവിടെ പലതരം മാൻഡേറ്റുകൾ വെസ്റ്റ് ഏഷ്യൻ നോർത്ത് ആഫ്രിക്കൻ ഭാഗത്ത് രൂപപ്പെട്ടു. ഓരോ കൊളോണിയൽ ശക്തികളും, അത് ഇറ്റലി, ഫ്രഞ്ച്, ബ്രിട്ടീഷ് അടക്കമുള്ള വിവിധ കൊളോണിയൽ ശക്തികളെല്ലാം അവരുടേതായി മുസ്ലിം നാടുകളെ വേർതിരിച്ച് കയ്യിൽ വെക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ 1920 മുതൽ 1943 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഫ്രാൻസാണ് ഈ ലെബനീസ് ഭാഗങ്ങൾ തങ്ങളുടെ കയ്യിൽ വെച്ചിരുന്നത്. ഫ്രഞ്ച് മാൻഡേറ്റ് എന്നാണ് അതിനെ വിളിക്കുക. ഈ 23 വർഷത്തിന് ശേഷമുള്ള സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് ശേഷമാണ് 43കളിൽ അവർക്കൊരു സ്വതന്ത്രമായൊരു ഭരണ സംവിധാനം ഒരുക്കുവാൻ ഈ അധിനിവേശ ശക്തികൾ സൗകര്യം നൽകിയത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം ലെബനാനിൻ്റെ അല്ലെങ്കിൽ ലെബനീസ് ജനതയുടെ പോരാട്ട ചരിത്രം എന്ന് പറയുന്നത് ഇന്നും തുടങ്ങിയതല്ല. അത് 1920കളിലോടുകൂടി തന്നെ സജീവമാവുന്ന ഒരു ചരിത്രവും നമുക്ക് കാണാം. 1930കളിൽ ഫലസ്തീനിൽ ഷെയ്ഖ് ഇസുദ്ദീൻ ഖസ്സാമിൻ്റെ നേതൃത്വത്തിൽ വലിയ സയോണിസ്റ്റ് ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നടക്കുന്ന അതേ പശ്ചാത്തലത്തിൽ തന്നെ ലെബനാന്റെ പല ഭാഗങ്ങളിലും ഇതേപോലെ തന്നെ ഫ്രഞ്ച് വിരുദ്ധ പോരാട്ടങ്ങളുടെയും നടന്നതായി നമുക്ക് ചില ചരിത്രത്തിൽ കാണാം. അപ്പോൾ ആ സമയപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ മുഴുവൻ മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ക്രിസ്ത്യൻസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് നോക്കുമ്പോൾ കാണാം. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ ദ്രൂസ് ക്രിസ്ത്യൻസും ഉണ്ട്, സാധാരണ വിവിധ ഓർത്തഡോക്സ്, കാത്തലിക്സ് അടക്കമുള്ള വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളും അവർക്കിടയിലുണ്ട്. പിന്നീട് 1948 ശക്തിപൂർവം ഫലസ്തീൻ ഭാഗം പിടിച്ചെടുത്ത് അവിടെ ഇസ്രായേൽ സ്ഥാപിച്ചതിന് ശേഷം 1948 മുതൽ 67 വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഫലസ്തീൻ ഭാഗത്തു നിന്ന് നിരവധി അഭയാർത്ഥി പ്രവാഹം ഈ ഭാഗത്തേക്ക്, ലെബനാൻ ഭാഗത്തേക്കുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് ലെബനാനിൽ ഡെമോഗ്രാഫിക് ചേഞ്ച് തന്നെ
ഒരു പോപ്പുലേഷൻ്റെ മതവിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പോപ്പുലേഷൻ്റെ മാറ്റം തന്നെ ഉണ്ടാവുന്നത് ഈ ഇസ്രായേൽ അധിനിവേശത്തിൻ്റെ ചരിത്രത്തിലൂടെ തന്നെയാണ്. നമ്മൾ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഷാം എന്ന് അറബിയിൽ വിളിച്ചിരുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഗ്രേറ്റർ സിറിയ എന്ന് വിളിച്ചിരുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം മുഴുവനും. അതായത് സിറിയ, ലബനാൻ, ജോർദാൻ, ഫിലസ്തീൻ എന്ന് വിളിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഒരു കാലത്ത് ഷാം എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലേക്ക് ചിതറപ്പെട്ട ഫലസ്തീനികൾ ഏറ്റവും കൂടുതൽ വന്നത് ഇന്ന് നമ്മൾ ലബനാൻ എന്ന് വിളിക്കുന്ന ഭാഗത്തേക്കാണ്. ആ ഒരു അഭയാർത്ഥി പ്രവാഹം അവിടെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ മതവിഭാഗം അനുസരിച്ച് മുസ്ലിങ്ങളായി മാറി എന്നതാണ് നമുക്ക് കാണുന്നത്. അതായത് ഇന്നത്തെ ലബനാനിൽ മുസ്ലിം പോപ്പുലേഷൻ ഏറ്റവും കൂടുതലായി മാറാൻ തന്നെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിൻ്റെ രാഷ്ട്ര രൂപീകരണവും കൂടിയിട്ടാണ് എന്ന് മനസ്സിലാക്കണം. ഈ ഒരു ലോകത്ത് നിന്ന് തന്നെയാണ് ഹിസ്ബുള്ളയുടെ രൂപീകരണം പോലും ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ അത് ഷിയാക്കളാവട്ടെ സുന്നികളാവട്ടെ പല വിഭാഗങ്ങളും അങ്ങോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭൂമിശാസ്ത്രപരമായ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, ഈ ലബനീസ് ക്രിസ്ത്യൻ വിഭാഗങ്ങളും ബാക്കി കുറച്ച് സുന്നി വിഭാഗങ്ങളുമെല്ലാം ലബനാനിൻ്റെ കോസ്റ്റൽ സിറ്റികളിലാണ് അധികം താമസിക്കുന്നത്. അതുപോലെ തന്നെ തെക്കൻ ലബനാൻ ഭാഗത്തും ബക്ക താഴ്വരയുടെ ഭാഗത്തുമൊക്കെയുമാണ് ഷിയഈ മുസ്ലിങ്ങൾ കൂടുതലായി താമസിക്കുന്നത്. അതുപോലെ തന്നെ ദുറൂസ് ക്രിസ്ത്യൻസ് അധികവും ലബനാനിൻ്റെ പർവ്വത നിരകളുടെ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ 3 വിഭാഗങ്ങളും ഡെമോഗ്രാഫിക്കലായും ജിയോഗ്രഫിക്കലായും വ്യത്യസ്ത ഭാഗങ്ങളിലാണ് താമസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു ലോകത്തേക്കാണ് പിന്നീട് ഇസ്രായേൽ അധിനിവേശം, ഫലസ്തീൻ, ഗസയും വെസ്റ്റ് ബാങ്കും അധിനിവേശം പിടിച്ചത് മാത്രം പോരാഞ്ഞിട്ട് ലബനാനിലേക്ക് 1982 അധിനിവേശം നടത്തുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നു. ഈ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള ആഭ്യന്തര കലഹം ലബനാനിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും കൂടിയിട്ടാണ്. ലബനാനിൽ ഒരു ആഭ്യന്തര യുദ്ധം ഉണ്ടാവുന്നുണ്ട്. 1975 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങളിൽ അവിടെ ആഭ്യന്തര യുദ്ധം ഉണ്ടാവുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഷിയഈ മുസ്ലിം സെക്ടേറിയൻ ഡൈമെൻഷൻസ് തന്നെയായിരുന്നു. അതായത് വിവിധ ആൾക്കാരുടെ സഹായത്തോടു കൂടി, വെസ്റ്റേൺ അധിനിവേശ ശക്തികളുടെയും രാഷ്ട്രങ്ങളുടെയും സഹായത്തോടു കൂടി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ശക്തമായ അറ്റാക്ക് നടത്തുന്ന ഒരു പശ്ചാത്തലം അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടാതെ തന്നെ നമ്മൾ കോൾഡ് വാർ, ശീതയുദ്ധം എന്ന് വിളിക്കുന്ന സോവിയറ്റ് യൂണിയനും വെസ്റ്റേൺ ബ്ലോക്കും തമ്മിലുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഈ ലബനീസ് ആഭ്യന്തര യുദ്ധത്തിൽ എഫക്റ്റ് ചെയ്തിരുന്നു. അതായത് സോവിയറ്റ് അടക്കമുള്ള വിഭാഗങ്ങൾ ഫലസ്തീനികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന അമേരിക്കയും വിവിധ ശക്തികളുടെയും മറ്റൊരു ബ്ലോക്കും, അപ്പോൾ അവിടെയും ഒരു ഫലസ്തീൻ വിഷയം, അതായത് ലബനാനിൻ്റെ ആഭ്യന്തര യുദ്ധത്തിൽ പോലും ഫലസ്തീനികളുടെ രാഷ്ട്രീയ ചരിത്രം അവിടെയും കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് 1982 ഇസ്രായേൽ അറ്റാക്ക്, അമേരിക്കയുടെ സൈനിക സഹായത്തോടു കൂടി തന്നെ ഇസ്രായേൽ അറ്റാക്ക് ഉണ്ടാവുകയും അതിനെതിരെ അവിടെ ഉണ്ടായിരുന്ന വിവിധ ബ്ലോക്കുകൾ, ഷീ, സുന്നി, ക്രിസ്ത്യൻ വിവിധ ബ്ലോക്കുകൾ ശക്തമായ പ്രതിരോധം കാഴ്ചവെക്കുന്നുണ്ടായിട്ടുണ്ട്. ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് പിന്നെ ഹിസ്ബുള്ള എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ രൂപീകരണം ഉണ്ടാവുന്നത്. നമുക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, ഹിസ്ബുള്ള എന്ന് പറയുന്നതിൽ മെജോറിറ്റി ഷിയഈ മുസ്ലിങ്ങളുടെ തന്നെ സംഘടനയാണ്. അവിടെ സുന്നികളായ ആൾക്കാർ ഒരുപക്ഷെ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ചേർന്ന് നിൽക്കാമെങ്കിൽ പോലും മതപരമായ വിഭാഗീയത എന്നുള്ള അടിസ്ഥാനത്തിൽ സുന്നികൾ പ്രധാനമായും അതിൽ വലിയ റോൾ വഹിക്കുന്നില്ല. ഒരുപക്ഷെ ലബനാനിൻ്റെ രാഷ്ട്രീയ മേഖലയിൽ 15ലധികം സീറ്റുകൾ, നല്ല ശതമാനം ലോക്കൽ, അതുപോലെ തന്നെ പ്രാദേശിക കൗൺസിൽ വിവിധ ഭാഗങ്ങളിലും ഹിസ്ബുള്ളയ്ക്ക് സ്വാധീനമുള്ളത് കൊണ്ട് ഒരുപക്ഷെ ആ ഭാഗത്തെ സുന്നി വിഭാഗങ്ങളും ചേർന്ന് നിൽക്കുന്നുണ്ടാവാം. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയ ഒരു ഐക്യദാർഢ്യം ഹിസ്ബുള്ളയോട് കാണിക്കുന്നത് നമുക്ക് സമകാലിക ലബനാൻ ചരിത്രത്തിൽ കാണാം. എന്നാൽ ഒരു സംഘടന എന്ന നിലയിൽ പരിപൂർണമായും അതൊരു ഷിയഈ വിഭാഗം തന്നെയാണ് എന്നതിൽ ഒരു സംശയമൊന്നും നമുക്കില്ല. അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷിയഈ സംഘടന എന്ന നിലയിൽ പോലും ഇവരെക്കുറിച്ച് ഇവർ സ്വയം തന്നെ പറയുന്നത് ഞങ്ങളൊരു സംഘടനയല്ല എന്നായിരുന്നു
82 ശേഷമുള്ള ഒരു അവരുടെ നിലപാട്, സംഘടന എന്നതിനേക്കാളും അപ്പുറം ലബനാനിൻ്റെ സ്വാതന്ത്ര്യവും ലബനാനിൻ്റെ മതകീയ ഐഡന്റിറ്റിയും ലബനാനിൻ്റെ പൊതുവായ ഒരു നാഷണലിസ്റ്റ് ഐഡന്റിറ്റി സംരക്ഷിക്കാനുള്ള ഒരു സംഘടന എന്ന നിലയിലാണ് ഇവർ ആദ്യകാലത്ത് ഹിസ്ബുള്ള സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. പിന്നീട് അവർ ഒരു സംഘടനാ രൂപത്തിലേക്ക് മാറുകയും അവരൊരു സ്വതന്ത്രമായ ഒരു സ്ട്രക്ചർ രൂപപ്പെടുത്തുകയും അത് വിലായത്തെ ഫഖഹ് എന്ന് പറയുന്ന ആധുനിക ഇറാനിൻ്റെ പൊളിറ്റിക്കൽ തിയോളജിയുടെ അടിസ്ഥാന പ്രകാരം സ്വതന്ത്രമായ ഒരു സംവിധാനം രൂപപ്പെടുത്തുകയായിരുന്നു ഹിസ്ബുള്ള പിന്നീട് ചെയ്യുന്നത്. വിലായത്തെ ഫഖഹ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ടേമാണ്. ആയത്തുള്ള ഹുമൈനി ആധുനിക ഇറാൻ രൂപീകരിച്ചതിന് ശേഷം ഇറാനിൻ്റെ പൊതുവായ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞതാണ് വിലായത്തെ ഫഖഹ്. അതായത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ജൂറിസ്റ്റിൻ്റെ ഫഖീഹുകളുടെ വിലായത്തിൽ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ ഭരണം എന്നതാണ് അതിൻ്റെ ഒരു സംവിധാനം. ഒരേ മോളിൽ സുപ്രീം ലീഡറായി ആയത്തുള്ള വരികയും താഴെ പ്രസിഡൻഷ്യൽ സംവിധാനം കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ രീതി. ഈ ഒരു സംവിധാനത്തെ സ്വന്തം ഭരണ സംവിധാനത്തിലേക്ക് കടമെടുത്തവരാണ് ഹിസ്ബുള്ള. അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ വിവിധ ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രധാനമായും 2 വിഭാഗങ്ങളാണ്. ഒന്ന് മജ്ലിസ് ഷൂറ എന്നതും മറ്റൊന്ന് മജ്ലിസ് ഷൂറ അൽ ഖറാർ എന്ന് പറയുന്ന 2 വിഭാഗങ്ങളാണ്. ഈ മജ്ലിസ് ഷൂറയാണ് ഏകദേശം 12ഓളം സീനിയർ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കൺവീൻ ചെയ്യപ്പെടുന്നതാണ് മജ്ലിസ് ഷൂറ. മജ്ലിസ് ഷൂറ അൽ ഖറാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഷഹീദായ ഹസൻ നസറുള്ള അദ്ദേഹത്തിനൊക്കെ നേതൃത്വത്തിൽ ഹസൻ നസറുള്ളയുടെ തന്നെ ആത്മീയാചാര്യനായിരുന്ന ഷെയ്ഖ് മുഹമ്മദ് ഹുസൈൻ ഫളുല്ല അദ്ദേഹമൊക്കെ ആയിരുന്നു മജ്ലിസ് ഷൂറ അൽ ഖറാറിൻ്റെ ലീഡറായിരുന്നത്. ഈ മജ്ലിസ് ഷൂറ അൽ ഖറാർ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വിവിധ കാര്യങ്ങളുള്ള തീരുമാനാധികാരമുള്ള ഒരു അസംബ്ലിക്കാണ് മജ്ലിസ് ഷൂറ അൽ ഖറാർ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 11ലധികം പണ്ഡിതന്മാരാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത് സംഘടനയുടെ ഐഡിയോളജിക്കലായ, മിലിറ്ററി പരമായ, രാഷ്ട്രീയപരമായ, നിയമപരമായ, അതുപോലെ തന്നെ സാമ്പത്തികവും സാമൂഹികപരമായ വിവിധ മേഖലയിലുള്ള കൈകാര്യകർത്തൃത്വം കൈകാര്യം ചെയ്യുന്നത് ഈ മജ്ലിസ് ഷൂറ അൽ ഖറാർ എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പോൾ ഇതാണ് ഹിസ്ബുള്ളയുടെ ഒരു സ്ട്രക്ചർ എന്ന നിലയിൽ അവർ സ്വയം തീരുമാനിച്ചത്. നമ്മൾ ഹിസ്ബുള്ളയുടെ രൂപീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ലബനാനിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയായി ഇന്നും കരുതപ്പെടുന്നത് ഹറക്കത്ത് അമൽ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ്. ദ അമൽ മൂവ്മെന്റ് എന്ന് നമുക്ക് അത് പറയാം. 1974 മൂസ സദറും ഹുസൈൻ ഹുസൈനിയും കൂടെ ചേർന്ന് രൂപീകരിച്ചതാണ് ഈ അമൽ മൂവ്മെന്റ്. ഇവർക്കും ഇതിൻ്റെ കൂടെ തന്നെ അവിടുത്തെ ലബനാനിലെ പ്രധാനപ്പെട്ട ഗ്രീക്ക് കത്തോലിക് ആർച്ച് ബിഷപ്പായ ഗ്രിഗറീസ് ഹദ്ദാദും അതുപോലെ തന്നെ മുസ്തഫ ഷാംറാനും അടക്കമുള്ള ആൾക്കാരൊക്കെയും, അതായത് ഒരേ സമയം തന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻ വിഭാഗങ്ങളൂടെ ചേർന്ന് ഒരു ദേശീയ മൂവ്മെന്റ് എന്ന നിലയിൽ രൂപീകരിച്ചതാണ് ഈ അമൽ മൂവ്മെന്റ്. അമൽ മൂവ്മെന്റിൽ നിന്ന് തന്നെയാണ് പിൽക്കാലത്ത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലേക്ക് വന്ന ഹസൻ നസറുള്ള അടക്കമുള്ള വിവിധ നേതാക്കന്മാരും ഈ മൂവ്മെന്റിന്റെ ഭാഗമായി തന്നെ പ്രവർത്തിച്ചവരാണ്. അതായത് അമൽ മൂവ്മെന്റിന്റെ ഒരു സംഘടനാ സ്ട്രക്ചർ, അവരുടെ പ്രവർത്തനവും പിൽക്കാലത്ത് ഹിസ്ബുള്ള കടമെടുത്തു എന്ന് തന്നെ നമുക്ക് കാണാം. ഒരേ സമയം തന്നെ നാഷണലിസ്റ്റ് മൂവ്മെന്റായും അതേസമയം തന്നെ ഒരു ഇസ്ലാമിക സംഘടന എന്ന നിലയിലായും അവർ മാറ്റി എന്നുള്ളതാണ്. ഈ അമൽ മൂവ്മെന്റ് പൊതുവെ ഒരു ദേശീയ മൂവ്മെന്റായും പിന്നീട് ഒരു സെക്കുലർ രീതിയിലേക്ക് മാറിയപ്പോൾ ഹിസ്ബുള്ള സമ്പൂർണമായും ഇസ്ലാമിക സംവിധാനം തങ്ങളുടെ പ്രവർത്തന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച സംഘടനയായും ഹിസ്ബുള്ള മാറുന്നു എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞത്, ഹിസ്ബുള്ളയുടെ രൂപീകരണത്തിൽ പോലും അമൽ മൂവ്മെന്റ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു കൈയുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടാതെ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിവിൽ വാർ ശക്തമാവുകയും അത് മുസ്ലിങ്ങളുടെ പ്രത്യേകിച്ച് ഷീ വിഭാഗങ്ങളുടെയും പല അധികാരങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ള ആ സമയത്ത് പലപ്പോഴും സിറിയക്കാരുടെ സഹായം നേടിക്കൊണ്ട് തന്നെ ഈ
അവിടെ ഉണ്ടായിരുന്ന ദുറൂസ് ക്രിസ്ത്യൻസും അതുപോലെ തന്നെ മക്രോണി ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന വിവിധ ക്രിസ്ത്യ വിഭാഗങ്ങളുടെ മിലിറ്റന്റ് വിഭാഗങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ചരിത്രവും കൂടി നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ കാണാം. അതായത് ആഭ്യന്തര സാഹചര്യത്തിൽ ഹിസ്ബുള്ള ഒരേ സമയം തന്നെ ഇസ്രായേലി വിരുദ്ധ സൈനിക നീക്കം നടത്തുന്ന അതേ സമയം തന്നെ ആഭ്യന്തരമായ വിവിധ രാഷ്ട്രീയ കക്ഷികളോടും മതത്തിന്റെ പേരിലും അല്ലെങ്കിൽ ദേശീയതയുടെ പേരിലും യുദ്ധം ചെയ്ത ചരിത്രവും കൂടി നമ്മുടെ മുമ്പിലുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലം യഥാർത്ഥത്തിൽ ഈ സിവിൽ വാർ അവസാനിക്കുന്നത് ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ സ്വത്വം നിലനിർത്തുന്നതിനും അവരുടെ ഒരു മിലിറ്റൻസി, അതായത് അവരുടെ ഒരു സൈനികപരമായ അസ്തിത്വവും നിലനിർത്തുന്നതിനും ഈ സിവിൽ വാറിന്റെ അന്ത്യം സഹായിച്ചിട്ടുണ്ട്. 1975 മുതൽ നടന്ന ഈ സിവിൽ വാർ പിന്നീട് നീണ്ട കാലത്തിന് ശേഷം ദ തായിഫ് ഉടമ്പടി എന്ന പേരിൽ 1989 സൗദി അറേബ്യയുടെയും മറ്റ് അറബ് ലീഗിന്റെയും എല്ലാം നേതൃത്വത്തിൽ ഈ സിവിൽ വാർ അവസാനിപ്പിക്കുകയുണ്ടായി. ഞാൻ ഈ സിവിൽ വാറിന്റെ കാര്യം ഇവിടെ പ്രധാനമായും പറയാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, സിവിൽ വാർ അവസാനിക്കുന്നതും ഹിസ്ബുള്ള ലബനാനിലെ ഏറ്റവും പ്രമുഖ സൈനിക ശക്തിയായി ഉയർന്നു വരുന്നതിന് കാരണമായി എന്നുള്ളതാണ്. ആദ്യം ഈ ഹിസ്ബുള്ളയുടെ അന്നത്തെ പ്രധാനപ്പെട്ട സെക്രട്ടറി ജനറൽ ആയിരുന്ന അബ്ബാസ് അൽ മൂസവി, അദ്ദേഹം 1991 മുതൽ 1992 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു. അദ്ദേഹത്തെയും ഇസ്രായേൽ വധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരുടെ ചരിത്രത്തിൽ പ്രധാനമായും ആരൊക്കെ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് വന്നു അവരെയൊക്കെ വധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. അതിലൊരാൾ സബീഹ് തുഫൈലി എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് അതിൽ നിന്ന് വിമോചിതനായത്. കാരണം ഈ സബീഹ് തുഫൈലി എന്ന് പറയുന്ന പണ്ഡിതനും അദ്ദേഹം പിന്നീട് ഹിസ്ബുള്ളയിൽ നിന്ന് മാറുകയും വിമതനാവുകയും ചെയ്തു എന്നതുകൊണ്ട് ഹിസ്ബുള്ളയുടെ ആളായി ഇസ്രായേൽ അദ്ദേഹത്തെ കാണുന്നില്ല എന്നതുകൊണ്ടും കൂടിയിട്ടാവാം ഒരുപക്ഷെ അദ്ദേഹം ഇതുവരെ വധിക്കപ്പെടാത്തത്. അതല്ലാതെ നേരത്തെ പറഞ്ഞ അബ്ബാസ് മൂസവയും ഇപ്പം ഹസൻ നസ്രുള്ളയെല്ലാം ഹിസ്ബുള്ളയുടെ നേതൃത്വമായത് കൊണ്ട് തന്നെയാണ് വധിക്കപ്പെട്ടതും. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ബാസ് മൂസവിയുടെ നേതൃത്വത്തിലേക്ക് ഹിസ്ബുള്ള വരുന്നു. ആ ഒരു സമയം ഹിസ്ബുള്ള പ്രധാനമായും ഒരു പോപ്പുലർ പൊളിറ്റിക്കൽ നരേറ്റീവിനെ കടമെടുക്കുന്നുണ്ട്. അതായത് ആഭ്യന്തരമായി ഇസ്രായേലി വിരുദ്ധ പ്രതിരോധ സംഘടന എന്നതിനേക്കാളും അപ്പുറം ലബനാനിലെ ഒരു പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ശക്തിയായി അവർ മാറുന്നു. അതാണ് ഒന്നാമത്തത് ഈ തായിഫ് അഗ്രിമെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം. മറ്റൊന്ന്, ലബനാനിൽ മുമ്പുണ്ടായിരുന്നത് ക്രിസ്ത്യൻ വിഭാഗത്തിന് 55% റെപ്രസെന്റേഷനും മുസ്ലിങ്ങൾക്ക് 45% റെപ്രസെന്റേഷനും ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം ഇതിന്റെ തായിഫ് അഗ്രിമെന്റിന്റെ ഭാഗമായി ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും 50-50% സമാസമം ശതമാനം അവർക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ ഈ തായിഫ് അഗ്രിമെന്റ് ഭാഗമായി ലബനാൻ ഉണ്ടായിരുന്ന വിവിധ മിലീഷ്യകളെല്ലാം ഡിസാം ചെയ്യുവാൻ തീരുമാനമായി. എല്ലാവരും ആയുധം കീഴടങ്ങുകയും അവിടുത്തെ നാഷണൽ ഇന്റഗ്രേഷന്റെ ഭാഗമായി മാറുകയും ചെയ്തപ്പോൾ, എന്നാൽ ഹിസ്ബുള്ള അതിൽ നിന്ന് മാറി നിൽക്കുകയും സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ചരിത്രമാണുള്ളത്. അതായത് ഈ 1989-90കളിലെ തായിഫ് ഉടമ്പടി യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ ലബനാനിന്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്കും ലബനാനിന്റെ തന്നെ പ്രധാനപ്പെട്ട സൈനിക ശക്തിയേക്കാൾ ഏറ്റവും വലിയ സൈനിക ശക്തിയായി ഹിസ്ബുള്ളയുടെ സൈന്യം മാറുകയും ചെയ്യുന്ന ഒരു ചരിത്രം ഈ തായിഫ് ഉടമ്പടിയുടെ ഭാഗമായി സംഭവിച്ചതാണ്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ ഹിസ്ബുള്ളയുടെ ഉള്ളിൽ തന്നെ വിവിധ തരത്തിലുള്ള റിഫ്റ്റുകൾ, വിഘടനങ്ങൾ ഉണ്ടാവുന്നതും നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ അബ്ബാസ് മൂസവി, അദ്ദേഹം കൂടുതലും ഒരു രാഷ്ട്രീയ ചിന്ത മുന്നിൽ വെച്ച ആളാണ്. അതുപോലെ തന്നെ ലബനാനിന്റെ നാഷണൽ ഇന്റഗ്രേഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത ആളാണ്. എന്നാൽ ഈ അബ്ബാസ് മൂസവിയും സബീഹുൽ തുഫൈലിയും അദ്ദേഹം ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും, സബീഹ് തുഫൈലി ആയിരുന്നു ആദ്യത്തെ ലീഡർ. അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും നമ്മൾ സംഘടന രാഷ്ട്രീയ മേഖലയിലേക്ക് പോകുന്നതിനേക്കാളും അപ്പുറം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് അത്
ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾക്കാണ് എന്നതായിരുന്നു യഥാർത്ഥത്തിൽ തുഫൈലിയുടെ കാഴ്ചപ്പാട്. എന്നാൽ അബ്ബാസ് മൂസവി അത് കൂടുതൽ രാഷ്ട്രീയ നീക്കത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായം പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്വബീഹ് തുഫൈലി ഹിസ്ബുള്ളയിൽ നിന്ന് മാറാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇറാനിനോടുള്ള ഹിസ്ബുള്ളയുടെ ഓവർ അവലംബമായിരുന്നു. അല്ലെങ്കിൽ വിലായത്തെ ഫഖി എന്ന് പറയുന്ന ഇറാനിന്റെ പൊളിറ്റിക്കൽ കൺസെപ്റ്റിനോടുള്ള ഇവരുടെ വല്ലാത്തൊരു കീഴടങ്ങൽ എന്ന നിലയിൽ തന്നെയാണ് സബീഹ് തുഫൈലി അതിനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്നും സബീഹ് തുഫൈലി ജീവിച്ചിരിപ്പുണ്ട്. ഇറാനിന്റെ ശക്തമായ ലബനാനി പൊളിറ്റിക്സിന്മേലുള്ള ഇടപെടലിനെയോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയും ഇറാനും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധത്തിന്റെ ശക്തമായ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന റിബലായ ഒരു പണ്ഡിതനാണ് സ്വബീഹ് തുഫൈലി. അദ്ദേഹം അതുപോലെ തന്നെ സിറിയയുടെ പൊളിറ്റിക്സിൽ ഹിസ്ബുള്ള ഇടപെടുന്നതിനെയും ശക്തമായി വിമർശിക്കുന്നത് കാണാൻ കഴിയും. അറബ് സ്പ്രിങ്ങിന് ശേഷം ബഷാറുൽ അസദ് അവിടെയുണ്ടായിരുന്ന പലവിധ പ്രതിഷേധ പോരാട്ടങ്ങളെയും അടിച്ചമർത്തുമ്പോൾ ഹിസ്ബുള്ള ഒരു സ്ട്രാറ്റജി എന്ന നിലയിലും പ്ലാനിങ് എന്ന നിലയിലും പലതരത്തിൽ ബഷാറുൽ അസദിനെ സഹായിക്കുന്നത് കാണുവാൻ കഴിയും. ഇതിന്റെ ഒരു പൊളിറ്റിക്സ് പിന്നീട് പറയേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഈ തരത്തിലുള്ള ഇടപെടലിനെ ഹാഫിസ് ബഷാറുൽ അസദുമായിട്ടുള്ള അറബ് സ്പ്രിങ്ങിന് ശേഷമുള്ള ഹിസ്ബുള്ളയുടെ ബന്ധത്തെ ശക്തമായി വിമർശിക്കുന്ന ഒരാളായി റിബലായ സ്വബീഹ് തുഫൈലി മാറി എന്നതും നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വിഘടനം ഉണ്ടാവുന്നത് ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ ചേരിയിൽ വിവിധ വിഭാഗങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും നിലവിൽ ഹിസ്ബുള്ള അവരുടെ ഒരു പൊളിറ്റിക്കൽ പവറിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് കാണാം. ഇതിനുശേഷമുള്ള പലതരം ഇലക്ഷനുകളിലും 10-ലധികം സീറ്റുകൾ അവർക്ക് കൂടുതൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഹിസ്ബുള്ള അവിടെയുള്ള ലെബനീസ് ക്രിസ്ത്യൻസുമായിട്ടും അവിടുത്തെ വിവിധ സുന്നികളുമായിട്ട് പോലും സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളിലും മതകീയ സ്വാതന്ത്ര്യങ്ങളുടെ കാര്യത്തിലും ഒരുപാട് ചർച്ചകൾക്ക് മുന്നോട്ട് പോയതായും നമുക്ക് കാണാം. ഇതിൻ്റെ ഇടയിൽ ഹിസ്ബുള്ളയുടെ ചരിത്രം പറയുമ്പോൾ തന്നെ നമ്മൾ ഹമാസിന്റെ ചരിത്രത്തിൽ പറയുന്നത് പോലെ 2 ചാർട്ടറുകൾ അതിപ്രധാനമാണ്. 1985 ആദ്യത്തെ മാനിഫെസ്റ്റോ, അതുപോലെ തന്നെ പിന്നീടും അവർ 2000 ശേഷം അവർ പുറത്തിറക്കിയ മാനിഫെസ്റ്റോയും അവരുടെ ചരിത്രത്തിലെ ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട രേഖകളായി ഇന്നും നമുക്ക് കാണുവാൻ കഴിയും. 1985 മാനിഫെസ്റ്റോയിൽ അവർ പ്രധാനമായി മുന്നിൽ വെച്ചത് ഹിസ്ബുള്ള എന്നത് ഒരു ഇസ്ലാമിക സംഘടനയാണ്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്നത് അമേരിക്കൻ ഇസ്രായേലി സാമ്രാജ്യത്വത്തിനെതിരെ പോരാടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ തെക്കൻ ലെബനാനിലും അവരുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇസ്രായേലിന്റെ അധിനിവേശം ഇല്ലാതാക്കുക എന്നതാണ്. അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട മറ്റൊരു ഒബ്ജക്റ്റീവായി ഈ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞത് മുസ്ലിം സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ ഏകീകരണം അല്ലെങ്കിൽ ഉമ്മത്തിനെ ഉയർത്തിപ്പിടിക്കുക, ഉമ്മത്തിന്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുക എന്നതായിരുന്നു അവർ പ്രധാനമായും പറഞ്ഞത്. അതിൽ ആ ഉമ്മത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ അവർ 1979 ഇറാനിയൻ റിവല്യൂഷന്റെ ആശയവുമായി ചേർത്തുകൊണ്ടാണ് അവർ വായിച്ചത്. അതിലൊരു ഷീ ബന്ധം നമുക്ക് അതിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇസ്രായേലുമായി ബന്ധമുള്ള ആരൊക്കെയുണ്ടോ അവരോടൊക്കെയും ഒരു തരത്തിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ യുദ്ധം, ആയുധ യുദ്ധം അല്ലെങ്കിൽ ലെബനാനിൽ അവർ ആഭ്യന്തര യുദ്ധത്തിന് തയ്യാറാവുന്ന വിഭാഗമല്ല ഹിസ്ബുള്ള. എന്നാൽ അതേസമയം തന്നെ ഇസ്രായേലുമായി സഖ്യം കാണിക്കുന്ന എല്ലാവരോടും ഒരു തരത്തിലുള്ള ഒരു വിമത നിലപാട് സ്വീകരിക്കുന്നവരാണ്. അത് മുസ്ലിങ്ങളാവട്ടെ നോൺ മുസ്ലിങ്ങളാവട്ടെ ലോകത്തുള്ള ആരുമായും ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്നവരെല്ലാവരുമായും വളരെ കണിശമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു മാനിഫെസ്റ്റോയാണ് 1985 അവർ പുറത്തിറക്കിയ മാനിഫെസ്റ്റോ. അതുപോലെ തന്നെ അതിൽ കൂടുതൽ സോഷ്യൽ ജസ്റ്റിസിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരുപാട് രേഖകളും അവർ അതിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹമാസ് ഫലസ്തീനിൽ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയോ അതിനേക്കാൾ ശക്തമായോ തരത്തിലാണ് ഹിസ്ബുള്ള ലെബനീസ് ജനതയിൽ പ്രവർത്തിക്കുന്നത്. അവിടെ അവർ കൂടുതൽ ചാരിറ്റികളായും ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സുകളായും പൊളിറ്റിക്കലായും സോഷ്യലായും കൾച്ചറായും വിവിധ ഡൈമെൻഷനുകളിലൂടെ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും
അതിൻ്റെ കൂടെ തന്നെ ചാനൽ അൽമനാർ ചാനൽ അടക്കമുള്ള വിവിധ മുഖ്യധാര ചാനലുകളും അവർ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ ഇവരുടെ സയ്യിദ് മുഹമ്മദ് ഹുസൈൻ ഫദ്ലുള്ളയുടെ അദ്ദൗല ഹിസ്ബുള്ള ലുബ്നാൻ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടവരായിരുന്നു ആദ്യകാല ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെല്ലാം. പ്രധാനമായും ഷേഖ് ഇബ്രാഹിം അമീൻ അടക്കമുള്ള ആൾക്കാരെല്ലാം ഈ ഷേഖ് മുഹമ്മദ് ഹുസൈൻ ഫദ്ലുള്ളയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവരാണ്. നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ആയത്തുള്ള മുഹമ്മദ് ഹുസൈൻ ഫദ്ലുള്ള. അദ്ദേഹത്തിൻ്റെയും യൂസുഫുൽ കർലാവിയുടെയും ചിന്തകളെ താരതമ്യം ചെയ്തുകൊണ്ട് പോലും ധാരാളം പഠനങ്ങൾ നമുക്ക് പിന്നീട് കാണാം. ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആത്മീയാചാര്യനായി വർത്തിച്ചത്. അതിനുശേഷം 1985 മാനിഫെസ്റ്റോയ്ക്ക് ശേഷം രണ്ടാമത്തെ മാനിഫെസ്റ്റോ അവർ പുറത്തിറക്കുന്നത് 2009 മാനിഫെസ്റ്റോ ആണ്. നവംബർ 30 ആണ് ഷെയ്ഖ് ഹസൻ നസറുള്ള അത് പ്രഖ്യാപിക്കുന്നത്. അതിൽ പ്രധാനവുമായും അവർ നേരത്തെ ആദ്യത്തെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയും ഇസ്രായേലിൻ്റെയും റീജിയണൽ ഹെജമണിയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു, അല്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം എന്ന നിലയിലായിരുന്നു ഈ രണ്ടാമത്തെ മാനിഫെസ്റ്റോയിലും ഉള്ളത്. അതുപോലെ തന്നെ ലെബനാനിൻ്റെയും ഫലസ്തീനിൻ്റെയും ഇസ്രായേലിനെതിരെയുള്ള റെസിസ്റ്റൻസിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രീതിയായിട്ടാണ് അവർ രണ്ടാമത്തെ മാനിഫെസ്റ്റോയും അവർ പറഞ്ഞത്. ഈ രണ്ടാമത്തെ മാനിഫെസ്റ്റോയിൽ ആദ്യത്തെ മാനിഫെസ്റ്റോയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കൂടുതൽ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരികയും അതുപോലെ തന്നെ ലെബനീസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോട് ചേർന്ന് നിന്നുള്ള അവരോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന, അല്ലെങ്കിൽ ലെബനാനിലെ ആഭ്യന്തര ഭരണ രീതികളോട് കൂടുതൽ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതിന് ശക്തി പകരുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള സമീപനം പ്രഖ്യാപിക്കുന്നതായിരുന്നു ഈ 2009 മാനിഫെസ്റ്റോയിൽ അവർ ഉൾപ്പെടുത്തിയത്. അതിൻ്റെ കൂടെ തന്നെ ആ രണ്ടാമത്തെ മാനിഫെസ്റ്റോയിൽ ഷീ സുന്നി സെക്ടേറിയനിസത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നും അതിൻ്റെ കൂടെ തന്നെ ലെബനാനിൽ നിലവിലുള്ള ഭരണകൂടത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും നാഷണൽ യൂണിറ്റിയെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നും രേഖപ്പെടുത്തിയ മാനിഫെസ്റ്റോയാണ് 2009 ഇവർ ഇറക്കിയ മാനിഫെസ്റ്റോ. ഇതിൻ്റെ ഇടയിലും ഞാനിത് മാനിഫെസ്റ്റോയെക്കുറിച്ച് പ്രത്യേകം പറയാനുള്ള കാരണം, ഇങ്ങനെയാണ് കാലാന്തരമായി വിവിധ കാലങ്ങളിലൂടെ ഹിസ്ബുള്ള അവരുടെ നിലപാടുകൾ മാറ്റുന്നത്. നമുക്കറിയാം 1987 ഹമാസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, 87 ഹമാസ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ടുള്ള ഒരു തരത്തിലുള്ള നീക്കുപോക്കലുകളും സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. എന്നാൽ 2017 അവർ പുറത്തിറക്കിയ ചാർട്ടറിൽ പിന്നീട് നിലവിലുള്ള ഫലസ്തീൻ പ്രദേശം, വെസ്റ്റ് ബാങ്ക്, ഗസ, അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സ, ആ ഭാഗം ചേർന്നുകൊണ്ടിട്ടുള്ള 1967 മുമ്പിലുള്ള ആ ബോർഡർ അനുസരിച്ച് കൊണ്ടുള്ള സ്റ്റേറ്റ് അംഗീകരിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ രീതിയിലേക്ക് ഹമാസ് വരുന്നത് നമുക്ക് കാണാം. എന്നതുപോലെ തന്നെയാണ് 1985 നിന്ന് 2009 വരുമ്പോൾ കൂടുതൽ പ്രാക്ടിക്കലായ പ്രാഗ്മാറ്റിസ്റ്റ് നിലപാടിലേക്ക് ഹിസ്ബുള്ളയും മാറുന്നതും നമുക്ക് കാണുവാൻ കഴിയും. ഈ കാലത്തിനിടയിൽ 2-3 തവണ ഇസ്രായേൽ പലതവണ ലെബനാനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് 2000 അറ്റാക്ക് ചെയ്യുന്നു. ലെബനാനിൻ്റെ സൈനിക ശക്തിക്ക് മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതാവുന്നു. അവിടുന്ന് പിൻവാങ്ങുന്നു വരുന്നു. വീണ്ടും 2005 6 പശ്ചാത്തലത്തിൽ വീണ്ടും ഇവർ അറ്റാക്ക് ചെയ്യുന്നു. 2006 ലെബനാൻ യുദ്ധം, അതിൽ പ്രധാനമായും വലിയൊരു യുദ്ധമായിട്ടാണെന്ന് അറിയപ്പെടുന്നത്. ആ യുദ്ധത്തോടു കൂടിയും ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി ഇസ്രായേൽ അംഗീകരിക്കുന്നു. ഇസ്രായേലിലെ പ്രധാനപ്പെട്ട മിലിറ്ററി ജനറൽസ് എല്ലാം ഹിസ്ബുള്ളയുടെ സൈനിക ശക്തി ഏറ്റവും വലുതാണെന്നും അതുപോലെ തന്നെ ഗറില്ല വാർഫെയറിൽ ഹിസ്ബുള്ളയാണ് വെസ്റ്റ് ഏഷ്യയിലെ വലിയ ശക്തിയെന്നും ഇസ്രായേൽ പോലും അംഗീകരിക്കുന്ന ഒരു തരത്തിലേക്ക് അവർ മാറുന്നത് നമുക്ക് കാണാം. ഈ ഒരു പശ്ചാത്തലത്തിലെല്ലാം ഹസൻ നസറുള്ളയുടെ നേതൃത്വത്തിലാണ് ഈ പോരാട്ടങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ഹസൻ നസറുള്ള ഞാൻ ആദ്യം പറഞ്ഞ അമൽ മൂവ്മെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും പിന്നീട് ആയത്തുള്ള മുഹമ്മദ് ഹുസൈൻ ഫദ്ലുള്ളയുടെ നേതൃത്വത്തിലേക്ക് വരികയും അങ്ങനെ അബ്ബാസ് മൂസവിയുടെ
ഷഹാദത്തിന് ശേഷം 992 അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് ഉണ്ടാവുന്നത്. ആ ചരിത്രം അന്നു മുതൽ ഇന്ന് വരെ തുടരുകയും അങ്ങനെ ഈ ആഴ്ച അദ്ദേഹം ഷഹാദത്ത് വരിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ വിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോലും 1997 ഒരു മൾട്ടി ഫെയ്ത്ത് ഒരു റെവല്യൂഷണറി വിഭാഗം അദ്ദേഹം രൂപപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ കഴിയും. സറായ അൽ മുഖാവമ ലുബനാനിയ എന്ന പേരിൽ അദ്ദേഹം ക്രിസ്ത്യൻസിനെയും ദുറൂസിനെയും സുന്നികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലി വിരുദ്ധ പോരാട്ടം നടത്തുന്നുണ്ട്. അതേ സൈനിക ശക്തിയെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് 2000 ഹസൻ നസ്രുള്ള ഇവരെ പരാജയപ്പെടുത്തുന്നത്. 2009 ഈ വിഭാഗത്തെ ദുറൂസിനെയും ക്രിസ്ത്യൻസിനെയും എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇവർക്കെതിരെ പോരാടുന്നുണ്ട്. അതായത് ഞാൻ പറയുന്നത്, ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടത്തിൽ ലെബനീസ് ജനതയുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടി നേടിക്കൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ള ഈ പോരാട്ടങ്ങളിലെല്ലാം പങ്കെടുക്കുന്നത്. ഇങ്ങനെയാണ് അവരുടെ ഒരു ചരിത്രത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ പോരാട്ടത്തിൻ്റെ ഒരു മുഖം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ചലനം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഹിസ്ബുള്ളയും സിറിയയും തമ്മിലുള്ള ഈ ഇടപെടൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. സിറിയ അല്ലെങ്കിൽ ബഷാർ അൽ അസദിനെതിരെയുള്ള പോരാട്ടത്തെ അത് ഹിസ്ബുള്ള കാണുന്നത് ഇസ്രായേലിനെ സഹായിക്കുന്ന പോരാട്ടമായിട്ടാണ്. കാരണം സിറിയയുടെ ചരിത്രം തന്നെ ഇസ്രായേൽ വിരുദ്ധ ചരിത്രമായിരുന്നു. സിറിയ അറബ് സൈന്യത്തിൻ്റെ പ്രധാന നേതൃത്വത്തിലുണ്ടായിരുന്ന രാഷ്ട്രമായിരുന്നു. ഇസ്രായേൽ വിരുദ്ധ നീക്കത്തിൽ അറബ് സൈന്യത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന, അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രാഷ്ട്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കം, ഇസ്രായേലി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സിറിയയുടെ ആഭ്യന്തര കലഹം അത് ഇസ്രായേൽ ഉപയോഗപ്പെടുത്തുമെന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുള്ളവരായിരുന്നു ഹിസ്ബുള്ള. അതുകൊണ്ടാണ് ഈ സിറിയയുടെ ആഭ്യന്തര പ്രക്ഷോഭത്തിൽ ബഷാർ അൽ അസദിനെ സഹായിക്കാൻ ഇവർ തയ്യാറായത് എന്നും കൂടി നമ്മൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിറിയ ബഷാർ അൽ അസദിനെതിരെയുള്ള എല്ലാ തരത്തിലുള്ള അലയൻസിനെയും തകർക്കേണ്ടത് ഇസ്രായേലിനെതിരെയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. സ്വാഭാവികമായും ഇറാനോട് വളരെ ബന്ധം കാണിക്കും. കാരണം ഇറാനിൻ്റെ പൊളിറ്റിക്കൽ അതോറിറ്റിയെ അംഗീകരിച്ചവരാണ്, ഇറാനിൻ്റെ മതകീയ വിലായത്ത് ഫഖീനെ അംഗീകരിച്ചവരാണ്. അതേസമയം തന്നെ ഈ വിലായത്ത് ഫഖീനെ അംഗീകരിച്ചു എന്ന് പറയുന്ന പോലും ഒരു ചെറിയൊരു മാറ്റം അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. ഹസൻ നസ്രുള്ള ഒരു ഘട്ടത്തിൽ സ്വതന്ത്രമായ ഒരു ഭരണ സംവിധാനം അവർക്കിടയിൽ രൂപീകരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരാളും കൂടായിരുന്നു. അതുകൊണ്ട് തന്നെ വിലായത്ത് ഫഖീൽ നിന്ന് ഒന്ന് വിടുതി നേടുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകന്മാരും പറയുന്നുണ്ട്. ഇതാണ് ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള ബന്ധം. ഇറാൻ തീർച്ചയായും അമേരിക്കൻ ഇസ്രായേലി വിരുദ്ധമായതുകൊണ്ട് സ്ട്രാറ്റജി, മിലിറ്ററി, വെപ്പണറി വിവിധ മേഖലകളിലും ഇവർക്കിടയിലുള്ള ബന്ധമുണ്ട് എന്നതിലും യാതൊരു സംശയമില്ല. അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിസ്ബുള്ളയും ഹമാസും തമ്മിലുള്ള ഇവരുടെ ബന്ധമാണ്. പലപ്പോഴും ഹിസ്ബുള്ളയും ഹമാസും ഇസ്രായേലി വിരുദ്ധ എല്ലാ നീക്കങ്ങളിലും ഒന്നിച്ചു നിന്നതായി കാണുവാൻ കഴിയും. 2000 ഇന്തിഫാദയിലും അതിനു മുമ്പും പിമ്പും PLOയ്ക്ക് പോലും ഇവർ സഹായം നൽകിയതായി നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ ഫലസ്തീനി വിഷയത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഫലസ്തീനി വിഷയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ള അന്നും ഇന്നും പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ താല്പര്യം ഇസ്രായേലി വിരുദ്ധ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ പേരിലാണ് ഇറാനുമായി അവർ ബന്ധമുണ്ടാക്കുന്നത്, അതിൻ്റെ പേരിലാണ് റഷ്യയുമായി അവർ ബന്ധമുണ്ടാക്കുന്നത്, അതിൻ്റെ പേരിൽ തന്നെയാണ് അമേരിക്കൻ ഇസ്രായേലി വിരുദ്ധ ചേരികൾ ആരൊക്കെയുണ്ടോ അതുമായും ഒക്കെയും അവർ ബന്ധമുണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ചേരി എന്നതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. അതിനേക്കാൾ അപ്പുറം നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് പോലെ സെക്ടേറിയൻ ഡയമെൻഷനേക്കാളും അപ്പുറം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷനാണ് ഹിസ്ബുള്ള, ഇറാൻ, റഷ്യൻ, ചൈനൻ, സിറിയൻ ആ ബ്ലോക്കിന്റെ പ്രധാനപ്പെട്ട ഒരു മാനം തന്നെ. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി, ഇതിൻ്റെ ഒരു തിയോളജിക്കൽ ഡയമെൻഷനും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഇവരുടെ ഒരു സുന്നികളോടുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് സാധാരണ സലഫി വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ
അല്ലെങ്കിൽ ഷിയഈ വിരുദ്ധരായ സുന്നികൾക്കിടയിലോ അല്ലെങ്കിൽ സലഫികൾക്കിടയിലോ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിനെ ഉയർത്തിക്കാട്ടുന്ന കൊളോണിയൽ ഒക്കുപ്പയർ അപ്രോച്ചിന്റെ ഇടയിലുമെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സെക്ടേറിയൻ ഡയമെൻഷനെ ഉയർത്തിക്കാട്ടുക എന്നത്. യഥാർത്ഥത്തിൽ അവർ പ്രവാചകന്മാരുടെ അനുയായികളെയോ ആയിഷ റളിയല്ലാഹുവിനെയോ മറ്റും പഴിക്കുന്നവരല്ല. ഹുസൈൻ നസറുള്ള അതിനെ വിലക്കിയതായി നമുക്ക് കാണാം. കാരണം അലി ഖാംനയും അലി ഹുമൈനിയും അവരുടെ ഫത്വകളിലൂടെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ അറബികളുടെ പ്രധാനപ്പെട്ട ഷിയഈ ലീഡറായ ആയത്തുള്ള അലി സിസ്താനി അദ്ദേഹവും ഈ ഒരു നിലപാടിന് വിരുദ്ധരായതുകൊണ്ട് തന്നെ ആ ഒരു കാഴ്ചപ്പാടാണ് ഹിസ്ബുള്ളയും യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ കുറിച്ചുള്ള ആ ഒരു ഡയമെൻഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഞാനിതൊക്കെ പറഞ്ഞത് ഹിസ്ബുള്ളയുടെ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാടിനെ, മതകീയ കാഴ്ചപ്പാടിനെ, റീജിയണൽ കാഴ്ചപ്പാടിനെ ന്യായീകരിക്കുക എന്നതിനേക്കാളും അപ്പുറം ഇതൊക്കെയാണ് അവിടെ നടക്കുന്ന റീജിയണൽ പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്ന് സമർത്ഥിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും ഒരു ഷീ സംഘടന എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു സിറിയ പോലുള്ള വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടുക എന്ന നിലയിലുമെല്ലാം സുന്നി ലോകത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടു എന്നതിലും യാതൊരു സംശയമില്ല. അതിൻ്റെ കൂടെ തന്നെ ഷേഖ് യൂസുഫുൽ കർലാവിനെ പോലുള്ള പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ആദ്യകാലത്ത് ഹിസ്ബുള്ളയെ അംഗീകരിച്ചിരുന്നു. ഇസ്രായേലി വിരുദ്ധ നിലപാട് സ്വീകരിച്ചതെന്നതുകൊണ്ടും ഫലസ്തീനികളോട് അനുകൂല നിലപാട് സ്വീകരിച്ച ആളെന്ന നിലയിലും ഹിസ്ബുള്ളയെ അംഗീകരിച്ചിരുന്ന ഷേഖ് കർലാവി പോലും പിന്നീട് സിറിയൻ വിഷയത്തിൽ ഹിസ്ബുള്ളയുടെ നിലപാടിനെ ശക്തമായി വിമർശിക്കുകയും ഹിസ്ബുള്ളയെ ഹിസ്ബുൾ ഷൈത്താൻ എന്ന രീതിയിലേക്ക് വിളിക്കുന്ന തരത്തിലേക്ക് മാറി. കാരണം അവിടെയും പോലും ഒരു കോണ്ടക്സ്റ്റുവലായ പൊളിറ്റിക്കൽ നെറേറ്റീവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെയാണ് ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ, മതകീയ, സാമൂഹിക മേഖലയിലുള്ള വിവിധ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.